തിരുനാളമുള്ളിലേറണേ. ഞാൻ വചനം പഠിക്കുവാൻ, വചനം ജീവിച്ചിടാൻ, വചനം പകർന്നു രക്ഷ സ്വന്തമാക്കിടാൻ. വിലവേറി നൽകിടും വരദാനൊരുക്കണേ, വിശുദ്ധി ലക്ഷ്യമായി മുന്നിലേറിടാൻ. വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളമുള്ളിലേറണേ. ഈശ്വരി ബാല്യത്തിൽ വളർന്ന പോലെ എന്നെ നയിച്ചിടണമേ. ജ്ഞാനത്തിൽ പ്രായത്തിൽ നീതി നേടാൻ എന്നെ അനൂപിയിൽ നൽകിടണേ. വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളമുള്ളിലേറണേ. വിദ്യാർത്ഥികളുടെ പ്രാർത്ഥന. ഞങ്ങളുടെ പരിപാലകനായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന അതിരറ്റ സ്നേഹത്തിനും കാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. തിരുവചനത്തിലൂടെ അങ്ങയെ അനുഭവിച്ചറിയുവാനും അനുദിന ജീവിതത്തിൽ വിശുദ്ധിയിൽ വളരുവാനും പരസ്പരമുള്ള ബന്ധങ്ങളിൽ കരുണയോടെ കരുതലാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിൽ ഞങ്ങളുടെ അമ്മയായ കത്തോലിക്ക സഭയെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുഭൂതരെയും സഹപാഠികളെയും അങ്ങയുടെ സ്നേഹവലയത്തിൽ സംരക്ഷിച്ചു കൊള്ളണമേ. എല്ലാവരോടും, പ്രത്യേകിച്ച് വൃദ്ധജനങ്ങളോടും ബലഹീനരോടും ആദരവോടും വിനയത്തോടും കൂടെ പെരുമാറുവാനുള്ള ആത്മീയ പ്രകാശം വിശ്വാസ പരിശീലനത്തിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും ഉപരിയായി അങ്ങയോടുള്ള ബന്ധത്തിലും ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ ക്രിസ്തീയ വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുവാനും സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും സമൂഹത്തിൽ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ലോകത്തിനെന്നും സമാധാനമേകുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ അധ്യാപകരെയും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്താൽ നിറയ്ക്കുകയും നവീകരിക്കുകയും ചെയ്യണമേ. സൂക്ഷിക്കാൻ നമുക്കിതാ ഒരു തിരുവചനം. ഏഷ്യ 40:31. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല. അവർ നടന്നാൽ തളരുകയുമില്ല. സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം തിരുസഭ ആചരിക്കുന്ന പ്രധാന തിരുനാൾ മേരി ലോകറാണി. ദൈവമാതാവിന്റെ സ്വർഗാരോഹണത്തിന്റെ 8ാം ദിവസം അവിടുത്തെ രാജ്ഞിപദ തിരുനാൾ ആഘോഷിക്കുന്നത് അനുചിതമാണ്. ദൈവമാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ശേഷം അവിടെ രാജ്ഞിയായി മുടിധരിക്കപ്പെട്ടു എന്ന് ജപമാലയിലെ മഹത്വത്തിന്റെ 5ാം രഹസ്യത്തിൽ നാം ധ്യാനിക്കാറുണ്ടല്ലോ. ക്രിസ്തുവിന്റെ രാജപദം നമ്മൾ അംഗീകരിക്കുമ്പോൾ അവിടുത്തെ അമ്മയായ കന്യകാമറിയത്തിന്റെ രാജ്ഞിപദം പരോക്ഷമായി നാം പ്രഖ്യാപിക്കുന്നു. 1925 ക്രിസ്തുവിന്റെ രാജത്വ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയപ്പോൾ കന്യകാമറിയത്തിന്റെ രാജ്ഞിപദ തിരുനാൾ ആഘോഷിക്കുവാൻ ദൈവമാതൃഭക്തരായ ക്രിസ്ത്യാനികൾക്ക് പ്രചോദനമായി. വളരെ പ്രാചീനമായ പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥന ഇതിന് ഉദാഹരണമാണ്. 9ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി സ്വർഗീയ വിശുദ്ധരുടെയും മാലാഖമാരുടെയും ഉപരിയായി നേരിയെ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നതുകൊണ്ട് തിരുസഭ അവളോട് പ്രാർത്ഥിക്കുന്നു. അവൾ ആവശ്യപ്പെടുന്നവ ലഭിക്കുന്നു. ഈ സ്വർഗീയ രാജ്ഞിയോട് നമുക്ക് ഭക്തിയുള്ളവരാകാം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സിനിമയാക്കാൻ ഹോളിവുഡ് ചലച്ചിത്രകാരൻ. പാപ്പായുടെ വിലാസത്തിൽ അയച്ച വെടിയുണ്ടകൾ പിടിച്ചെടുത്തു. തായ്ലാൻഡിൽ കത്തോലിക്ക സ്ഥാപനങ്ങൾ കോവിഡ് ആശുപത്രികളാക്കി. KSSF ഗ്രീൻ പ്രോട്ടോകോൾ അവാർഡ് സഹൃദയിക്കും. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അപ്പീൽ. ഇന്ത്യൻ ഭരണഘടനയിൽ ക്രൈസ്തവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് CBCA ലേറ്റ് കൗൺസിൽ. കത്തോലിക്ക സഭയുടെ കാർഡിനൽ സംഘത്തിന്റെ കമർലെങ്കോ പേപ്പൽ ചേംബർലെയിൻ നിര്യാതനായി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം സഹമനുഷ്യരോടുള്ള കരുതലിന്റെ ചാലക ശക്തികളാകണം എന്ന് ഗി വർഗീസ് മാറപ്പൻ. നന്ദി. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, കേരള സഭ ജീവന്റെ സംരക്ഷണ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഉത്തരം ആഗസ്റ്റ് 10. രണ്ടാമത്തെ ചോദ്യം, പരിശുദ്ധ കന്യാമറിയത്തിന് രാജ്ഞി എന്ന പദവി നൽകി തുടങ്ങിയ നൂറ്റാണ്ട് ഏതാണ്? ഉത്തരം 5ാം നൂറ്റാണ്ട്. മൂന്നാമത്തെ ചോദ്യം, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ ഉപമയിൽ ആരൊക്കെയാണുള്ളത്? ഉത്തരം ന്യായാധിപനും വിധവയും. നാലാമത്തെ ചോദ്യം, മറിയം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം നാഥ, ശ്രീ, രാജകുമാരി.
അഞ്ചാമത്തെ ചോദ്യം, മറിയം സഭയുടെ പ്രതീകമാണെന്ന് പറഞ്ഞ ആദ്യത്തെ സഭാപിതാവ് ആര്? ഉത്തരം വിശുദ്ധ അംബ്രോസ്. സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, പ്രിയ മാതാപിതാക്കളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി. ഒരുപാട് സങ്കടങ്ങളുടെ തീരത്തുകൂടി നാം യാത്ര ചെയ്യുകയാണ്. നഷ്ടങ്ങളും വ്യാധികളും വേർപാടുകളും വരുമാന മാർഗങ്ങളും ജീവിത രീതിയും വിദ്യാഭ്യാസ സമുദായങ്ങളും എല്ലാം നമ്മെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒന്നും നമ്മുടെ ദൈവം അറിയാതെയല്ല. ഒരു വൈറസിനെ നിർവീര്യമാക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചിട്ടും ഇപ്പോഴും പണി തുടരുകയാണ്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് പറയുവാൻ സാധിക്കണം, ആ ശതാധിപനെ പോലെ, ദൈവമേ, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, അങ്ങയുടെ ഒരു നോട്ടം മതി എന്ന്. അതിനാൽ നമുക്ക് ദൈവത്തെ പൂർണ്ണമായും അഭയം പ്രാപിക്കാം. ദാനിയേൽ 13:35 സൂസന്ന എന്ന മകളുടെ കരച്ചിൽ കേൾക്കുന്ന ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വചനം ഇപ്രകാരം പറയുന്നു, അവൾ സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി കർത്താവിൽ പൂർണ്ണമായും ആശ്രയമർപ്പിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ആൾക്കൂട്ടത്തിനിടയിലൂടെ കടന്ന് ദാനിയേൽ എന്ന ബാലന്റെ ഹൃദയത്തെ തൊട്ടു. ദാനിയേൽ സൂസനിയെ അപമാനത്തെ രക്ഷിക്കുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി 21:17 വെള്ളത്തിൽ കിടക്കുന്ന കുഞ്ഞു മോശയുടെ കരച്ചിൽ കേൾക്കുന്ന ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഏശയ്യ 38 ഹെസക്കിയായുടെ കരച്ചിൽ ദൈവത്തിന്റെ തീരുമാനങ്ങളെ മാറ്റിമറിക്കുന്നതായിട്ടും നാം കാണുന്നുണ്ട്. അതിനാൽ നമുക്ക് ജീവിത പ്രശ്നങ്ങൾക്ക് നടുവിൽ ഒരു ദൈവമുണ്ടെന്നും പ്രപഞ്ച വസ്തുക്കൾ നമ്മുടെ പാദത്തിന് കീഴിലാണെന്നും സങ്കീർത്തനം 27 ഹെസക്കിയായുടെ കരച്ചിൽ ദൈവത്തിന്റെ തീരുമാനങ്ങളെ മാറ്റിമറിക്കുന്നതായിട്ടും നാം കാണുന്നുണ്ട്. അതിനാൽ നമുക്ക് ജീവിത പ്രശ്നങ്ങൾക്ക് നടുവിൽ ഒരു ദൈവമുണ്ടെന്നും പ്രപഞ്ച വസ്തുക്കൾ നമ്മുടെ പാദത്തിന് കീഴിലാണെന്നും സങ്കീർത്തനം 27:1 പറയുന്നുണ്ട്. നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ള ആ ദൈവത്തെ മനസ്സ് പതറാതെ നമുക്ക് ആശ്രയിക്കാം. ഒരു ഹിന്ദുവായ ഗണേഷ് കുമാർ MLA ഇപ്രകാരം പറയുന്നുണ്ട്, യേശു ദൈവമാണ് എന്ന് എന്റെ അമ്മ കുഞ്ഞിലേ എനിക്ക് പറഞ്ഞു തന്നു. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ആ യേശു എന്നോടൊപ്പമുണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് തിരിച്ചറിയാം മക്കളെ നമ്മുടെ ദൈവത്തിന്റെ ശക്തി. പരിശുദ്ധ അമ്മയെ പ്രത്യേകമാംവിധം വണങ്ങുന്ന ഒരു മാസമാണല്ലോ ഇത്. ഇന്ന് അമ്മയുടെ കിരീടധാരണത്തിന്റെ തിരുനാളാണ് നാം അനുസ്മരിക്കുന്നത്. ഒരമ്മയുടെ കരങ്ങൾക്കാണ് ചെളിപുരണ്ട മക്കളെ ഏറ്റവും കൂടുതൽ വൃത്തിയാക്കുവാൻ സാധിക്കുക. നമ്മെ ഈശോയിലേക്ക് ചേർത്ത് പിടിക്കുന്ന അമ്മയുടെ കാപ്പയുടെ കീഴിൽ നമ്മുടെ കുഞ്ഞുമക്കളെ നമുക്ക് ചേർത്ത് വെക്കാം. അങ്ങനെ അവർ തഴച്ചു വളരുന്ന തൈച്ചെടി പോലെ വചനത്തിൽ വേരുറക്കട്ടെ. മതപഠനത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന ഈ നല്ല ദിവസം നമുക്ക് കൂടുതൽ വിശ്വസ്തയോടെ നമ്മുടെ ദൗത്യം നമുക്ക് തുടരാം. അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എന്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എന്റെ അമ്മേ, എനിക്ക്